ഒരു ഗ്രീൻ പീസ് ഫ്രൈ ഉണ്ടാക്കിയാലോ? വരും. അപ്പോൾ നമുക്കൊരു ഗ്രീൻ പീസ് ഫ്രൈ ഉണ്ടാക്കാം. ഗുഡ് ഈവനിങ്. ബീച്ചിലൊക്കെ പോയാൽ നമ്മൾ ഗ്രീൻ പീസ് വാങ്ങി കഴിക്കാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിത് വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയും. അതുപോലെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ? ഞാൻ ഉപയോഗിക്കുന്നത് ഒരു അല്ലിക്കറി, 2 അല്ലി കറിവേപ്പിലയാണ്, പക്ഷെ ഇവിടെ ഒരു അല്ലിയേ ഉള്ളൂ. ഒരു അല്ലി കറിവേപ്പില, 2 തക്കാളി, 2 ഉള്ളി, 3-4 ഇത്ര പച്ചമുളക് വേണ്ട കേട്ടോ, ഒരു 3 പച്ചമുളക് മതി, വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. വേണ്ടത് ഉള്ളി ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെറിയ മോളുണ്ട് വീട്ടിൽ, അതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് നമ്മൾ രാവിലെ പുലർത്തി വെച്ച പട്ടാണിയാണ്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം. പട്ടാണി മുങ്ങുന്നത്ര അധികം മുങ്ങണമെന്നൊന്നുമില്ല, എത്ര മതി. മുങ്ങിയിട്ടുണ്ട് പട്ടാണി. വീഡിയോ എടുത്ത് ശീലമില്ലാത്തത് കൊണ്ട് കേട്ടോ കുറേ അക്ഷരതെറ്റുകൾ വരുന്നുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഇതിലിപ്പോൾ വെള്ളവും പച്ചപ്പട്ടാണി ഉള്ളത്. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പട്ടാണിക്ക് അനുസരിച്ചിട്ടായിരിക്കും. ഞാൻ 4 വിസിലൊക്കെയാണ് പട്ടാണിക്ക് വരുത്താറ്. 4 വിസിലുകൊണ്ട് തന്നെ പട്ടാണി വെന്ത് കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ആവി വന്നതിന് ശേഷം കാണാം. മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് ചൂടാക്കിയെടുക്കാം. ആദ്യം പാൻ കത്തിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണയാണ് നമ്മളിതിലേക്ക് പാരുന്നത്. നന്നായി ഒന്ന് ചൂടായി കാണാം. എനിക്ക് വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അധികം ഒന്നും പാരാറില്ല, വെള്ളത്തിനനുസരിച്ച് കുറച്ച് പാർന്ന് കൊടുക്കും. ഇത് ചൂടായി വരുമ്പം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, കൂടെ പച്ചമുളകും, തക്കാളി, ഉള്ളി എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിൽ ഉപ്പിട്ടുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. അധികം വഴണ്ട കേട്ടോ, കുറച്ച് സമയം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരു നുള്ള് മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, അതും കൂടി ഇട്ട് കൊടുക്കാം. വഴറ്റിയെടുക്കുക. ഇത് കാണുന്നത് നല്ല ഭംഗിയാണ്. പല പല പച്ചയും റെഡും ഉള്ളീൻ്റെ കളറും കറിവേപ്പിലെല്ലാം കൂടി. ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു കളറില്ലേ? എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി കുറവിനൊക്കെ ഉണ്ടാട്ടോ, ശരിക്കും കാണുമ്പോൾ നല്ല ക്ലിയർ ഉണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മുളക് പൊടിയാണ് ഇട്ടത്. ഇതിനുള്ള കുരുമുളക് പൊടി ഇട്ടിടും. കുരുമുളക് പൊടി പോലെ ഇടണം. ഇരിക്കുമ്പോൾ ടെൻഷനൊക്കെ കൊണ്ടാണോ എന്നറിയില്ല, പലതും പറയുമ്പോൾ അക്ഷരത്തെറ്റാണ്. സംസാരിക്കാൻ അറിയണ്ടല്ലോ കേട്ടോ. വീഡിയോ എടുത്ത് ശീലവുമില്ല, വീട്ടിലാർക്കും അതിനെക്കുറിച്ച് വലിയ അറിവുമില്ല. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്നും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി വഴറ്റിയിട്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു തുള്ളി വെള്ളം ഇതിലുണ്ട്, അത് വറ്റിക്കോളും. ആ വറ്റിക്കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടാനുണ്ട്. ഇനി വെള്ളം ഒന്ന് വറ്റട്ടെ. ഇത്തിരി കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇത്തിരി എരി വേണം ഇതിന്, എന്നാലുള്ള ടേസ്റ്റ് ഉണ്ടാവുക. ഇത് കുറച്ച് മതി, ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി വെള്ളം നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം. വെള്ളം വറ്റി വരുമ്പം ചിക്കൻ മസാല, ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാല ഇവിടെ ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. ഗരം മസാല കൂടി ഇടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. വെള്ളം വറ്റി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിതിൻ്റെ മെയിൻ ഘടകം ചേർക്കണം. ഘടകം എന്നല്ല പറയുക, വേറെ എന്താണ് പറയുക. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് എഗ്ഗാണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇനി എഗ്ഗ് പൊട്ടിച്ച് പറയാം. ഞാൻ 4-5 എഗ്ഗ് അത്രേ നമ്മൾ എടുക്കാറുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കളറ് കണ്ടു, നല്ല സ്മെല്ലും വരുന്നുണ്ട്. സ്മെല്ല് മനസ്സിലാവില്ല, കളറ് കണ്ടില്ലേ? അപ്പോൾ നമുക്കിനി എഗ്ഗ് വരാം.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ 4 എണ്ണം ഒഴിച്ച് കൊടുക്കാം. ഇത് കത്തിയെടുത്ത് ചെയ്യുന്നതാണ്, പൊന്നു ചെയ്യാൻ പാടില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും 4 ഭാഗത്തും എന്ത് ചെയ്യണം, ഇത് എത്തണം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അരിഞ്ഞ് വെച്ച മല്ലിയിലുണ്ട്, അത് വിതറി കൊടുക്കുക 4 ഭാഗത്തേക്കും. നമ്മൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, കാണുന്നുണ്ട് പക്ഷെ അത്ര ക്ലിയർ ആയിട്ട് അങ്ങോട്ട് കാണുന്നുണ്ടാവില്ല. ഈ മല്ലിയിലയും കൂടി കൊണ്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ മസാല ഓൾറെഡി നമ്മൾ ഇട്ട് കഴിഞ്ഞതാണ്. വേണമെങ്കിൽ മാത്രം വിതറി കൊടുക്കുക. അതല്ലെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടി വെച്ചാൽ എഗ്ഗിൻ്റെ കൂടെ കുരുമുളക് പൊടീൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞതാണ്, അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടി വേണമെങ്കിൽ ഒന്ന് മേലെ വിതറി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് തട്ടുകായല കിട്ടുന്ന അതേ സ്റ്റൈലിലുള്ള എന്താ പറയുക ഗ്രീൻ പീസ് നമുക്ക് വീട്ടിലും തയ്യാറാക്കിയെടുക്കാം. അപ്പം ഇത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ ഗൈസ്. സെർവ് ചെയ്യാം. നമുക്ക് ക്ലിയർ ഉണ്ടോ? നല്ല ആവി പറക്കുന്ന ഗ്രീൻ പീസ്. അപ്പം എല്ലാവരും ഒന്ന് ഗ്രീൻ പീസ് ടേസ്റ്റ് ചെയ്യാൻ വരൂ, ട്രൈ ചെയ്യാം. ബൈ ഗൈസ്.